ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് എവിടെ ഇരുന്നിട്ട് ഈ വക കാട്ടിക്കൂട്ടലൊന്നും അറിയണ്ടേ കൂട്ടുകാർക്ക്? വടക്കേ സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഒരു നിമിഷം ഞാൻ ആ പരിസരമൊക്കെ മറന്നു. ഗെറ്റ് ദൈവത്തിന് കാണിച്ചിട്ട് ഫുള്ള് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഇവിടെ ചുറ്റും ക്യാമറ ശരിക്കും പിടിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോഴും സെൽഫി മോഡിലെടുക്കുമ്പോൾ മുഖം അത്ര എന്തോ പോലെയല്ലേ, എന്തോ മുഖം കൂർത്തിക്കണ പോലെ, അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ ഞാനിത് എവിടെ ഇരിക്കണമെന്ന് വെച്ചിട്ട് ചുറ്റുപാടൊന്നും നോക്കി വേഗം ക്യാമറ ഓഫ് ചെയ്തു കേട്ടോ. അപ്പുറത്തേക്കുള്ളവരൊക്കെ നോക്കുന്നുണ്ടാവോ എന്തോ ആവോ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഇതാ ഓഫീസിലെത്തി അടിച്ചു വാരി വിളക്കൊക്കെ വെച്ച് പതാക ഉയർത്തി കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഓണർ ഒരു പട്ടാളക്കാരനാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചില പ്രത്യേകതകളാണ് ഈ കാണുന്നത്. വളരെയധികം ബുദ്ധിമുട്ടി ത്യാഗം ചെയ്ത് ബലിദാനം ചെയ്ത് കിട്ടിയിട്ടൊരു സംഭവമാണ്. ഇതിനു മുന്നേ ഇംഗ്ലീഷുകാരായിരുന്നു. വളരെയധികം നമുക്ക് ഇവിടെ കേരളത്തിലും ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി 1947 ആഗസ്റ്റ് 15. ആരുടെ സ്വാതന്ത്ര്യം കിട്ടി? ഇംഗ്ലീഷ്. കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് ഇട്ടിട്ട് കൂട്ടുകാർക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ലഡ്ഡു വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളുടേതായ ജോലികളിലേക്ക് പോയി കേട്ടോ. പിന്നെ ചേച്ചി വരാറുന്നില്ലേ അപ്പം? പിന്നെ ഞങ്ങൾ മൂന്നാളും വൈകുന്നേരം ഓഫീസിലൊരു ചേട്ടൻ്റെ വൈഫിന് വയ്യാണ്ട് എലൈറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയാൽ ഞങ്ങൾക്ക് കാണാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും സഹായങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി കണ്ടു കേട്ടോ. പിന്നെ അതാ തിരിച്ച് ഞാൻ ശക്തനിലേക്ക് പിന്നെ വീണ്ടും ഒരു 2 ബസ്സൊക്കെ കയറണം കേട്ടോ. പിന്നെ ശക്തനിലെത്തി വീണ്ടും പോന്നു. അപ്പോൾ അതാ നമ്മുടെ ബസ്സിലൊരവസ്ഥയാണ് കാണുന്നത്. 2 കുറുമ്പന്മാർ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ബലൂൺ വേണം. അവരുടെ അമ്മയാണ് ചോദിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ കുട്ടികൾക്കും വേണം. അപ്പോൾ എല്ലാവർക്കും ബലൂൺ ഇഷ്ടം പോലെ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബലൂണൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ബിരിയാണി മേടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് എത്തിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ബിരിയാണി കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ കഴിക്കുന്നതൊന്ന് പിടിച്ചൊന്നും മാത്രം കേട്ടോ. അത്രയേ ഉള്ളൂ. എൻ്റെ മുടി കണ്ടിട്ട് പേടിക്കേണ്ട കൂട്ടുകാർ. എപ്പോഴെങ്കിലും ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണം, അതൊരാഗ്രഹമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെ നെസ്റ്റോയിലേക്കൊന്ന് പോകാമെന്ന് ചോദിച്ചു കേട്ടോ. എന്തോ അറിയില്ല, ചേട്ടനോടൊന്ന് പറഞ്ഞപ്പോൾ പോവാമെന്ന് പറഞ്ഞു. കുറേ നെസ്റ്റോ വന്ന നാൾ മുതൽ ഞാൻ പറയണതാണ് പോവാമെന്ന്. ഇപ്പം എന്തോ സമ്മതിച്ചു. അപ്പം അങ്ങനെ ഞാൻ തൃശ്ശൂരല്ല കേട്ടോ ജോലി ചെയ്യുന്നത്. സ്ഥിരം കാണുന്ന കൂട്ടുകാർക്കൊക്കെ അത് അറിയുണ്ടാവും. പാമ്പൂർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർക്കെത്തി. ചേട്ടൻ പിന്നെ തൃശ്ശൂരുണ്ട്. 2 പേരും കൂടിയും ചേട്ടൻ വണ്ടി വയ്ക്കുക, ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല. അതിൻ്റെ കാരണം മാർക്കറ്റിനുള്ളിലാണ് വണ്ടിയുടെ പെയിൻറ്റൊക്കെ പോകും കേട്ടോ. അപ്പം നമ്മുടെ ചേട്ടൻ്റെ പാപ്പൻ്റെ വീട്ടിലാണ് വണ്ടി വയ്ക്കുക. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ വീട്. നമ്മുടെ തറവാടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് എവിടേക്ക് പോയാലും, ഒരു സ്ഥലത്തേക്ക് പോയാൽ പട്ടാള റോഡ്, വേറെ സ്ഥലത്തേക്ക് പോയാൽ കൊക്കാല, അങ്ങനെ എന്താ പറയുക, ടൗണിലാണ് കേട്ടോ നമ്മുടെ തറവാടായിരുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഞാൻ വിശേഷങ്ങൾ പറഞ്ഞ്. പക്ഷെ അവിടെ നമുക്ക് വീട് കുഞ്ഞിതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബൈക്കിൽ പോയി. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ വഴിയിലൊക്കെ. എന്നിട്ട് ചേട്ടൻ ചുറ്റി തിരിഞ്ഞ് വളഞ്ഞൊക്കെ ഏതൊക്കെ വേണ്ട പോയി. വഴിയൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ നെക്സ്റ്റ് എവിടെയാണെന്ന് ചേട്ടൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടു കേട്ടോ. പിന്നെ ഏകദേശം നമുക്കറിയാലോ പുഴയ്ക്കലാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു കയറിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് പോണത് കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ മാളിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. പോയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഇങ്ങനെ ഓടി നടക്കാൻ അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ മക്കളൊക്കെ അവർക്ക് വയ്യാണ്ടൊക്കെ ആയതോടുകൂടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി ജീവിതത്തിൽ. പിന്നെ ഇപ്പോഴാണ് ജീവിതം ആസ്വദിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഈ പാത്രങ്ങളിരിക്കുന്നതാണ്. നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ. പിന്നെ എസ്കലേറ്ററിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. വീഴോ ഇതെന്താ നീങ്ങാത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും പറയാന്ന് വെച്ചാൽ പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും റീലെടുക്കായിരുന്നു. അടിപൊളിയല്ലേ. അങ്ങനെ ഞങ്ങളെ കുറേ വേഷം തന്നെയാണ് കേട്ടോ. അരച്ച് ജോലി കഴിഞ്ഞ് വന്ന ആ വേർത്ത് അങ്ങനെ ഒരു വേഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തെത്തി. എന്തെങ്കിലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ബീഫോ വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് അന്ന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫിനും ചിക്കനൊക്കെ
ഓഫർ ആയിട്ടുണ്ടായിരുന്നു. മട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 800 രൂപയുടെ 600 രൂപ. അതേപോലെ ചിക്കന് ഗിൽഡ് ചിക്കന് 199 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് പോയി വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഡ്രീം കേക്കാണ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നും കണ്ടിട്ട് ആ പാത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് വലിയ കാര്യമൊന്നുമില്ല. വെച്ചാൽ 199 രൂപ, 899 രൂപ വെട്ടിയിട്ടാണ് അവർ 199 രൂപ ഇട്ടേക്കുന്നത്. പക്ഷേ അതിനുള്ളത് മെച്ചമൊന്നും അത് കാണാനില്ല. ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് നമുക്കത് തൊട്ടാൽ തന്നെ നമുക്കറിയാം നമുക്ക് അത് നല്ലതാണോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യമില്ല. ചെറിയ 1/2 കിലോൻ്റെ പാത്രവും അതിൽ പകുതിയെ സംഭവം ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആ 200 രൂപയ്ക്കുള്ള സാധനം തന്നെ അതിലുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് വേണ്ടാന്ന് ചോദിച്ചു. ചിക്കനും ബ്രെഡും പിന്നെ മയണോയ്സും കെച്ചപ്പ് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ അതാ ശ്രീകുട്ടൻ വരാൻ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയ കട്ട്ലേറ്റ് ആണല്ലോ, മസാല ദോശയൊക്കെ ആണല്ലോ അവിടുത്തെ നമ്മുടെ സ്പെഷ്യലുകൾ. അപ്പോൾ അവിടുത്തെ കട്ട്ലേറ്റിന് കെച്ചപ്പിന് എന്തെന്നാ പറയുക, ബീറ്റ്റൂട്ടിൻ്റെ കളർ അതിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി. ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റും ഉണ്ടെന്ന് തോന്നി കേട്ടോ. നമ്മുടെ ആദ്യത്തിനാണ് ഇങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഇതേപോലെ കട്ട്ലേറ്റ് കഴിച്ചിട്ടുള്ളത്. അവന് വയ്യായുള്ള സമയത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ കാണാൻ പോകും. ഞാൻ ആദ്യത്തിനും 2 കട്ട്ലേറ്റ് കഴിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഡോക്ടറെ കാണാനുള്ള സമയവും. ടോക്കണൊക്കെ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ അമ്മയും കുട്ടിയും തന്നെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ഞങ്ങൾക്ക് അത് തരും. അപ്പോൾ ഞങ്ങൾ പോയി കട്ട്ലേറ്റ് കഴിച്ച് വരുമ്പോഴേക്കും തിരിച്ച് ഞങ്ങളുടെ ടോക്കൺ നമ്പർ ആവും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് ഒരു 12 വയസ്സ് വരെ ആദ്യത്തിന് മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ചേട്ടൻ വരുമായിരുന്നു. പിന്നെ ചേട്ടന് ജോലിക്ക് പോകണ്ടേ. അപ്പോൾ പിന്നെ ഞാനും ആദ്യത്തിന് തന്നെയായി പോക്ക്. വീട്ടിൽ വന്ന് നമ്മുടെ ചിക്കനൊക്കെ 4 മുറിച്ച് ഞങ്ങൾ 4 ആൾ കൂടി കഴിച്ചു. പിന്നെ ആ ബ്രെഡും വേറെ ചോറൊന്നും ആരും പിന്നെ കഴിച്ചില്ല കേട്ടോ. ഇത് തന്നെ ഞങ്ങൾക്ക് ധാരാളമായിരുന്നു. 2 വാങ്ങിക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ലോണം കഴിക്കണമെന്ന് വെച്ചാൽ 2 തന്നെ വേണം കേട്ടോ. അങ്ങനെ ബ്രെഡ് വീറ്റ് ബ്രെഡായിരുന്നു അവിടെ വെച്ച്. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നി വീറ്റ് ബ്രെഡാണെന്ന്. പിന്നെ ഞാൻ നോക്കിയില്ല, അവിടെ എടുത്തു കേട്ടോ. ആദ്യത്തിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ശ്രീകുട്ടന് കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലതല്ലേ, ഹെൽത്തി അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സന്തോഷമായി കേട്ടോ. അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 പേരോടും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു കാശിന് ചിക്കനൊക്കെ ലാഭമാണ്, മട്ടനും ലാഭമാണ്. മീൻ പക്ഷേ എനിക്ക് ഇത്തിരി റേറ്റ് കൂടുതലൊക്കെ ആയിട്ട് തോന്നി. പിന്നെ നഗറ്റ്സ് അങ്ങനെ ചിക്കൻ്റേതായ സ്നാക്ക് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കുറേയൊക്കെ ഓഫർ എന്ന് പറഞ്ഞാലും അത്ര ലാഭമൊന്നുമില്ല. ചിലതൊക്കെ നല്ല ലാഭമുണ്ട്. അങ്ങനെ നോക്കി വാങ്ങിക്കണം കേട്ടോ നമ്മൾ. അതെവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ അതാ സൺഡേ രാവിലെയാണ്. ഇതൊരു 2-3 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ശരിക്കും പറയാന്ന് വെച്ചാൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സാധാരണ സൺഡേയിൽ ഞാൻ മുഖമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. സാധാരണ സൺഡേയിൽ ഞാൻ രാവിലെ തുടങ്ങി ഷൂട്ട് ചെയ്യട്ടോ. എന്താ പറയുക, ഫുള്ളായിട്ടുള്ള ഷൂട്ടിങ് അല്ലെങ്കിലും ഷോർട്ട് വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്യാറുണ്ട്. ശ്രീകുട്ടൻ പോണതും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കുന്നത് ഇതൊന്നും ചെയ്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ജോലികളായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ് കൂടി ആയി എനിക്ക് വയ്യാണ്ടോ, ജോലി തീരില്ല കേട്ടോ. അപ്പം അത് കാരണം കൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ശരിക്കും ഉറങ്ങാൻ തന്നെ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ 7 മണി 7:30 ആയിട്ട് എഴുന്നേറ്റു. പിന്നെ ഇപ്പം തലേദിവസത്തെ വീഡിയോ ഉണ്ടല്ലേ കൂട്ടുകാർ. അപ്പോൾ സ്റ്റോറിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ചിക്കൻ്റെ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും തവയിലിട്ട് ചൂടാക്കി. പിന്നെ ചോറ് നല്ല ചോറാകുമ്പോൾ തലേദിവസമൊക്കെ ചോറൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. റേഷനായി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് തലേദിവസത്തെ പയറുപ്പേരി തൊട്ടുണ്ടായിരുന്നില്ല, അതും വീണ്ടും ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് വാട്ടിങ്ങോട്ട് എടുത്തു. സാമ്പാർ വെച്ച് ഉണക്കമീൻ വറുത്തു കേട്ടോ. അത്രേ ചെയ്തോളൂ. അപ്പോൾ പിന്നെ ശ്രീകുട്ടന് കുഴപ്പമുണ്ടായിരുന്നില്ല, അത് മതിയായിരുന്നു. പിന്നെ അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ പണികൾ കഴിഞ്ഞല്ലോ. പിന്നെ ചോറ് വേഗം വെച്ചു കേട്ടോ. പിന്നെ അലക്കാൻ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിടക്ക വിരികളും പായും അങ്ങനെ കുറേ. അപ്പോൾ ചേട്ടനൊരു ഫോൺ വന്നു, അപ്പോൾ പോയതാട്ടോ. ഫോൺ വന്നപ്പോൾ അങ്ങനെ ഉറക്കെ പറയും. അപ്പോൾ നമ്മളിതിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, അതാണ്. പിന്നെ അങ്ങനെ വിശേഷമൊക്കെ പറയാം. കുറേ ജോലിയുണ്ട്. സ്റ്റോർ റൂം ഒതുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങൾ കുപ്പികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രോസറിയൊക്കെ വയ്ക്കുന്നത്, അതൊക്കെ കുറേ കാലിണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഒതുക്കി അങ്ങനെ കുറേ. പിന്നെ കുറച്ച് അരി കേടായി, അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കളയാനും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്റ്റോർ റൂം ഒതുക്കി, അടുക്കള ഒതുക്കി, ഫ്രിഡ്ജ് വൃത്തിയാക്കി, അലക്കലും. നമ്മുടെ കോണിച്ചോട്ടിൽ വെച്ചാൽ ചേട്ടൻ നിറയെ എന്ത് കിട്ടിയാലും കൊണ്ടുവയ്ക്കുന്ന സ്ഥലം കോണിച്ചോടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ നിറയെ സാധനങ്ങളായി. അപ്പോൾ അതൊക്കെ ഒതുക്കി മാറ്റി അടിക്കലും തുടയ്ക്കലും തുണികൾ മടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു പരുവായിട്ടാണ്, വയ്യാണ്ടായി. അപ്പം ഞാൻ പിന്നെ കുളിച്ച് ഒന്ന് കിടന്നതാണ്.
പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. കൂന്തൾ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും പൂരിയാണ് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ശ്രീകുട്ടൊരു വൈകുന്നേരം നല്ല അവന് ഇഷ്ടപ്പെട്ട ഫുഡ് വേണം, അങ്ങനെയാണ് ഒരു നിർബന്ധം ഇപ്പോഴത്തെ. ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി പൂരി ഉണ്ടാക്കലും കൂന്തൾ റെഡിയാക്കലൊക്കെ ചെയ്താലോ. കൂന്തൾ നാളികേര വറുത്ത് നല്ല അടിപൊളിയിൽ വെക്കാം. അപ്പോൾ വെക്കാം കേട്ടോ. പറയണേ കേട്ടാത്തൊന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ട് കൂട്ടുകാർക്ക് തരാനാണ് അല്ലേ. തരാൻ പറ്റില്ലല്ലോ, ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ലൈക്ക് അടിക്കുക. പിന്നെ ഓഫീസിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പേര് വിജി എന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്നത് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചാനലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ബസ് ഇറങ്ങുമ്പോൾ രാജേശ്വരി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ കണ്ടു. എഞ്ചിനീയറാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. മോളെ കാത്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ പിന്നെ അപ്പം എന്നിട്ട് വേറെ വിശേഷമൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ബസ്സിലും അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനെ ആൾക്കാരെ അങ്ങനെ കാണാറില്ല നമ്മുടെ കൂട്ടുകാരെയൊന്നും. പക്ഷെ ഇപ്പം ഇത്തിരി കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചേട്ടനും ശ്രീകുട്ടനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം അങ്ങനെ കാണാറില്ല. ഉള്ളിലൊരു ഷോപ്പിലല്ലേ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ജോലി തുടങ്ങാം. പറഞ്ഞ് അങ്ങോട്ട് ബോറടിപ്പിച്ചു അല്ലേ. അപ്പോൾ അതാ കൂന്തൾ 2-3 ദിവസമായി കൊണ്ടുവച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2-3 ദിവസമല്ല കേട്ടോ, 2 ദിവസം കണ്ടായി ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടായിരുന്നു. ഈ ചിക്കനൊക്കെ വന്നപ്പോൾ പിന്നെ ഇന്നലെ വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം ചെയ്യണമെന്ന് വിചാരിച്ചത്. ആ ചിക്കൻ വന്നപ്പോൾ പിന്നെ കൂന്തളുമ്മയ്ക്ക് നോട്ടം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനങ്ങനെ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് കിടക്കാൻ പോയത്. കുറച്ച് അരമണിക്കൂർ കിടന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് തോന്നി വേഗം പണികൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വെച്ച് പിന്നെ വേഗം എഡിറ്റ് ചെയ്ത് കണ്ട് ഇത്തിരി നേരത്തെ ഇന്നെങ്കിലും കിടക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വേഗം വന്നു. 3 അടുപ്പും ഒപ്പം കത്തിച്ചാലല്ലേ സാമ്പാർ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട് കേട്ടോ. 3 അടുപ്പും ഒപ്പം കത്തിച്ചാലല്ലേ നമുക്ക് വേഗം പരിപാടികൾ കഴിയാം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ ഒരു തുണി എടുത്ത് തുടയ്ക്കുക, അതിലത്തെ വെള്ളമൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമല്ലോ. എൻ്റെ പ്രായമുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചെറിയ കുട്ടികളും ഇതൊന്നും ചെയ്യുന്നുണ്ടാവുന്നില്ല. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അല്ലെങ്കിൽ വെള്ളം ചൂടായി കഴിയുന്ന വരെ നോക്കിയിരിക്കും. അപ്പോൾ അത് വേണ്ട, നമുക്കിത് തുടയ്ക്കാനായിട്ട് ഒരു തുണി വയ്ക്കുക. ചെനിച്ചട്ടിയൊക്കെ തുടയ്ക്കാനും അങ്ങനെയായിട്ട് ഒരു തുണി വയ്ക്കുക. പിന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊരു തുണി വയ്ക്കുക. പാത്രങ്ങൾ പിടിക്കാനൊരു തുണി വയ്ക്കുക. 3 തുണി എപ്പോഴും നമ്മുടെ അടുക്കളയിൽ വേണം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് പൂരിയിലേക്ക് ഒഴിക്കാൻ നോക്കിയതാണ്. പിന്നെ ആദ്യം തന്നെ നാളികേരം വറുക്കാനായിട്ടാണ് ഇടുന്നത്. കൂന്തൾ നാളികേരം വറുത്ത് പൊടിച്ച് ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് അരക്കണേറ്റും ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, പെരിഞ്ജീരകം, ഇത്തിരി കുരുമുളകും ഇട്ടു കേട്ടോ. ഒക്കെ ഒരു ഫ്ലേവർ വരുമോ വേണ്ടോ, ഓവർ ആവണ്ട ഒന്നും. എന്തായാലും ചിക്കനൊന്നും അല്ലല്ലോ, മീനല്ലേ ഇത്. എന്തായാലും മീനിൻ്റെ കൂട്ടത്തിൽ പെട്ട ആൾ തന്നെ ആയതുകൊണ്ട് തന്നെ എന്നാൽ മസാല വേണേനും. അപ്പോൾ ഒക്കെ നമ്മളൊരു നോക്കിയിട്ട് ഒക്കത്തിന് ഫ്ലേവർ വേണം, ഓവറാവരുത്. ആ ഒരു നിലയ്ക്ക് വേണം ഇടാനായിട്ട്. അപ്പോൾ അതവിടെ വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കുഞ്ഞു കുക്കർ എടുത്ത് വെച്ച് നമ്മുടെ ഉള്ളിയും തക്കാളിയും സവോളയും എല്ലാം ഇട്ടിട്ടില്ലേ, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ളത് ഇതായിരിക്കും ഇട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിക്കുക കേട്ടോ. ചില വേണമെങ്കിൽ 2 വിസിലടിക്കാം. പക്ഷെ 2 വിസിലടിക്കുമ്പോൾ എനിക്ക് തോന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകെ അങ്ങോട്ട് വെള്ളമായി പോണ പോലെ തോന്നും. അപ്പോൾ ഒരു വിസിലടിച്ച് ആ എയർ അപ്പം തന്നെ കളഞ്ഞ് തുറന്നെടുക്കുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വഴറ്റി നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ട, സമയം ഒരുപാട് വേണം, ഒന്നും വേണ്ട. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും. ഇത് വെച്ചിട്ട് ഇനി 2 പാത്രം ആക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. ഇതിൽ തന്നെ നമുക്ക് ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് ബാക്കിയുള്ള കറികൾ. ഞാൻ പക്ഷേ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് കാണിക്കേണ്ടത്. ഷൂട്ട് ചെയ്യുമ്പോൾ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ആകുമ്പോൾ ശരിക്കും അങ്ങോട്ട് നമുക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പൂരിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് നോക്കിയപ്പോൾ നമ്മൾ ഈ കുഞ്ഞി കുഴലിക്കൂടെ എത്ര നേരം വേണം പൂരി ഉണ്ടാക്കാനായിട്ട് ഒഴിക്കാൻ. അപ്പം ഞാൻ വേഗം വന്നത് ഒരു തുണി എടുത്തുകാട്ട്, അവിടെ തുടയ്ക്കാൻ വെച്ച തുണിയായിരുന്നു, എടുത്തങ്ങാട്ട് അത് പിടിച്ച് തുറന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൽ തുറന്നിട്ട് ഒഴിച്ചു കേട്ടോ. അതിൻ്റെ ആ സീൽ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം ചേട്ടാ അത് ഒട്ടിച്ച് വെച്ചിട്ടും നിന്നില്ല. ഇനി അതെടുത്ത് മാറ്റി കളയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നണം.
കുറേ ദിവസമായിട്ടാണ് ഞാൻ ഈ പൂരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്നും ജോലി കഴിഞ്ഞ് വന്ന് ബസ് ഇറങ്ങുമ്പോൾ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോരും കേട്ടോ, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നടന്നിവിടെ എത്തുമ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടോ, എത്ര നേരം റെസ്റ്റ് എടുത്തിട്ടും അത് വയ്യായ അങ്ങോട്ട് തീരാത്ത പോലെ അങ്ങനെയായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞാൻ വെള്ളിയാഴ്ച ഒന്നും വീഡിയോ ഇടാതിരുന്നത്. ഈ ആഴ്ചയിലെങ്കിലും എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയാൽ മതി. ഇപ്പോൾ യാത്ര കൂടുതലായ കാരണം എന്തോ വൈകുന്നേരം വരുമ്പോഴേക്കും അങ്ങോട്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ നട്ടപ്രാന്താവും. അപ്പം അത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് ഫുള്ളായിട്ട് പറ്റാഞ്ഞത്. അപ്പം നമ്മുടെ പൂരി ഉണ്ടാക്കലും സവോള വഴറ്റലും നാളികേരം വറക്കലും ഒക്കെ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് പറ്റാണ്ടായിട്ടാണ് നാളികേരം അങ്ങനെ വറക്കാനായിട്ട്. എന്താ വെച്ചാൽ ഈ പൂരി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം തന്നെ പരത്തുക, അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടുക, അങ്ങനെയാണല്ലോ. ശരിക്കും നമ്മുടെ കൈ അവിടെ വേണം, ശ്രദ്ധയും വേണം. അതിനിടയ്ക്ക് നാളികേരം ഇളക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കരിയും, ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം കരയും എന്നൊക്കെയല്ലേ ഞാൻ പറയണേ, നാളികേരം കരിയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ചേട്ടനെ വിളിച്ച് നാളികേരം ഇളക്കാനായിട്ട് ഏൽപ്പിച്ചു. അത് ഇളക്കല്ലേ വേണ്ടോ, ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പൂരി ഉണ്ടാക്കലും ചേട്ടൻ നാളികേരം ഇളക്കണ പരിപാടിയും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. അതങ്ങനെ ആ നാളികേരത്തിൽ നിന്ന് ചേട്ടൻ കോരി കഴിക്കാട്ടോ. അപ്പം ഞാൻ ചീത്തയൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അത് വറവായി ചേട്ടൻ പോയി. പിന്നെ ഞാൻ അതൊക്കെ വറുത്തത് എടുത്ത് മാറ്റി വെച്ചു. ഇത്തിരി കളർ കുറവുണ്ട്, പക്ഷെ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല കളറാവും കേട്ടോ, നല്ല ബ്രൗൺ കളറായി വരും. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അത് കാരണമാണ് കൂന്തൾ കഴുകി വെള്ളം വാലാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത്ര ഒരു സമയം കൊണ്ട് പിന്നെ നമ്മുടെ പൂരിയുടെ പരിപാടി തുടങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ചപ്പാത്തി പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് പൂരിയും പത്തിരി ഉണ്ടാക്കാനായിട്ട്. പത്തിരി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ട് ആ പിള്ളേർ കുറേ ദിവസമായി പത്തിരി ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അരിപ്പൊടി കഴിഞ്ഞു വാങ്ങിച്ചുകൊണ്ടിരാൻ മറക്കുകയും ചെയ്തു. അപ്പോൾ അത് കാരണം രക്ഷയില്ല. അപ്പോൾ ഇന്ന് പൂരി തന്നെ. പൂരി അവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, എന്നാലും പത്തിരി കൊതിയായി തുടങ്ങിയിട്ടുണ്ട്. വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ ഉണ്ടാക്കാത്ത കാരണമെന്ന് തോന്നുന്നു. അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ വിസിലടിച്ചു. അതിലേക്ക് ഇതാ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് അതിലുള്ള വെള്ളം ആദ്യം വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത്. ഒരു 3-4 എണ്ണം കഴിഞ്ഞപ്പോൾ തുടങ്ങി നന്നായിട്ട് പൊളച്ചൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. പിന്നെ അതിലിതാ സവോളയൊക്കെ വഴണ്ടി കഴിഞ്ഞപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും പൊടികളിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വഴറ്റിയെടുത്തു കേട്ടോ. ഉപ്പിടാൻ മറന്ന കാരണം വീണ്ടും ഉപ്പിട്ടു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ നാളികേരം ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് എടുത്ത് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് എന്ന് പറയാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ക്രഷ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ട് മൊരിഞ്ഞണ പോലെ വറുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക, അത്രയും മതി. അപ്പോൾ അതായത് ചെണ്ണേൻ്റെ ഇടയിൽ അപ്പോഴേക്കും നമ്മുടെ പൂരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി തീ, എന്നാലും വേഗം ആവണുണ്ട് കേട്ടോ പൂരി. പിന്നെ ഞാനിതെടുത്ത് മിക്സിയുടെ സ്വിച്ച് അടിച്ച് അവിടെ കംപ്ലൈൻ്റ് ആയിക്കാണ്. അത് കാരണം ഇത്തിരി ബുദ്ധിമുട്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ നിലയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ. പിന്നെ അങ്ങനെ മൂപ്പിക്കാനും നിൽക്കണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊടിച്ചിട്ടല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ കൂന്തലിട്ട് കൊടുത്തു. ഞാൻ ആ തലഭാഗത്തെ മുന്നിലത്തെ പൂ പോലത്തെ സാധനമില്ലേ, അതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. എല്ലായിട്ടും മിക്സ് ചെയ്ത് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചു. വെള്ളമൊന്നും ഒഴിക്കണ്ട, അതിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. പിന്നെ അതാ മല്ലിയില നിറയെ ഇട്ട് കൊടുത്തു. നമ്മുടെ ഇഷ്ടത്തിന് ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി. നമുക്ക് ഏതാണോ ഇഷ്ടം അതിട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പൂരിയൊക്കെ കൂട്ടി ഞങ്ങളങ്ങനെ കഴിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറന്നു പോരുത്. അപ്പോൾ ഓക്കെ, ബൈ.